നമ്മുടെ റോബോട്ടിക് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇതിലെൻ്റെ കയ്യിലുള്ളത് ഒരു ആർഡിനോ എന്താണെന്നാണ് ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നത്. എൻ്റെ കയ്യിലുള്ളതൊരു ആർഡിനോ യൂനോ ആണ്. ഇതിൻ്റെ ഉപയോഗങ്ങൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിക് പാർട്സ്, അതിനെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഇലക്ട്രോണിക് പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമുക്കൊരു LED ബൾബിൻ്റെ ബ്ലിങ്കിങ്, ഡാൻസിങ് LED, മ്യൂസിക്കൽ ഡാൻസിങ് LED, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കൺട്രോൾഡ് കാറുകൾ, റോബോട്ടിക് കാറുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഒരു റൂമിലെ ലൈറ്റ് നമുക്ക് ഓൺ ചെയ്യാം. കമാൻഡ്, ഇപ്പോൾ വോയിസ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ലൈറ്റ് ഓൺ, അങ്ങനെയുള്ളൊരു കമാൻഡ് യൂസ് ചെയ്തിട്ട് ഒരു ബൾബ് ഓൺ ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് പ്രോജക്റ്റുകൾ നമുക്ക് ഈ ഒരു ആർഡിനോയിൽ കോഡുകൾ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇതിൽ ഉള്ളതൊരു ഫിസിക്കൽ പ്രോഗ്രാമബിൾ സർക്യൂട്ട് ബോർഡ് ഉണ്ട്. അതുപോലെ തന്നെ കൂടെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ ഒരു IDE എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. അതിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കോഡ് നമ്മൾ അപ്ലോഡ് ചെയ്യാം. മേജറായിട്ട് ഈ രണ്ട് ഭാഗങ്ങളാണ് ഒരു ആർഡിനോയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത്. ആർഡിനോ IDE നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും അതിലാണ് നമ്മൾ പ്രോഗ്രാമിങ് ചെയ്യുക. പ്രോഗ്രാമിങ് ചെയ്താൽ നമുക്ക് ആ ഒരു കോഡ് ഇതിൻ്റെ ഫിസിക്കൽ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബേസിക് പാർട്സ് പറയാം. ആദ്യമായിട്ട് ഒരു നമുക്ക് സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ടോപ്പിലുള്ളതാണ് റീസെറ്റ് സ്വിച്ച് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞു, വീണ്ടും അത് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഒന്നും കൂടെ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് റീസെറ്റ് സ്വിച്ച് എന്നുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ടൊരു USB കണക്റ്റർ ഉണ്ട്. USB കണക്റ്ററാണ് നമുക്ക് ഇതിനെ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യണം. പ്രോഗ്രാം ഈ ഒരു ആർഡിനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറായിട്ടൊരു USB കേബിൾ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യണം. അതിനുള്ള കണക്റ്റിംഗ് പോർട്ടാണ് USB കണക്റ്റർ എന്ന് പറയുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഒരു USB ഇൻ്റർഫേസ് ചിപ്പ് ഉണ്ട്, ക്രിസ്റ്റൽ ഓസിലേറ്റർ. അതെല്ലാം നമ്മുടെ കോഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിൽ ഇതിനെ സഹായിക്കുന്നുണ്ട്. then നമുക്ക് തൊട്ട് താഴെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. ഒരു റെസിസ്റ്റർ പോലെ ഇതിലേക്ക് വരുന്ന ഹൈ വോൾട്ടേജ് ഒക്കെ വന്നാൽ ഒന്ന് റെഗുലേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു പാർട്ടുണ്ട്. പിന്നെ കാണുന്നതാണ് പവർ പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണലി, ഇപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ പ്ലഗ് ചെയ്യുമ്പോൾ ആ USB കേബിൾ വഴി ഇതിലേക്ക് പവർ സപ്ലൈ വരാറുണ്ട്. അതല്ല, നമുക്ക് എക്സ്റ്റേണലി ഒരു ബാറ്ററി ആയിട്ട്, ഇലക്ട്രോണിക് സെല്ലൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു പവർ പോർട്ടിൽ നമുക്ക് 24 വോൾട്ട് വരെയുള്ള ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. then ഇപ്പോഴത്തെ സൈഡിലാണ് ടോപ്പിലും താഴെയായിട്ട് പിൻസ് ഉണ്ട്. ഇതിലേക്കാണ് നമ്മൾ ജമ്പർ വയേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ആർഡിനോയിലേക്ക് നമ്മൾ മറ്റു സർക്യൂട്ടുകളായിട്ട് കണക്ഷൻ കൊടുക്കാറുള്ളത്. അതിൽ പിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിജിറ്റൽ പിൻസ് ഉണ്ട്. ഡിജിറ്റൽ പിൻസ് നമുക്ക് 14 ഡിജിറ്റൽ പിൻസ് ഉണ്ട്. ഡിജിറ്റൽ സിഗ്നലുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്ന തരം പിന്നുകളാണ് ഡിജിറ്റൽ പിൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ താഴ്ഭാഗത്തൊരു A0, A1, A2, A3, A4, A5 ഇത്രയും അനലോഗ് ഇൻപുട്ട് പിൻസ് ഉണ്ട്. അനലോഗ് ഇൻപുട്ട് പിൻസ് നമുക്ക് യൂസ് ചെയ്തിട്ട് അനലോഗ് സിഗ്നൽസ് ഉപയോഗിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇതിലുള്ളത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഗ്രൗണ്ട്, 3 പിൻസ് ഉണ്ട്. ഗ്രൗണ്ടിൻ്റെ 3 പിൻസ് ഉണ്ട്. ഗ്രൗണ്ടിൻ്റെ 3 പിൻസ് നമുക്ക് നെഗറ്റീവ് ടെർമിനലായിട്ട് സർക്യൂട്ടിലെ കണക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. 5 വോൾട്ട്, അതുപോലെ തന്നെ 5 വോൾട്ടിൻ്റെ 2 പിൻസ് ഉണ്ട്. അതുപോലെ തന്നെ RXും TX വൈഫൈ മോഡ്യൂൾ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പിൻസാണ് RXും TXും.
വേറെ ഇതിൽ കാണുന്ന വേറൊരു 3 ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. RX TX. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്കൊരു പവർ സപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാറുണ്ട്. ആ ഒരു ഗ്രീൻ ലൈറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ആർഡിനോ ഓക്കെ ആണ്, ഇതിലേക്ക് പവർ സപ്ലൈ ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നൊരു ബട്ടൺ ലൈറ്റ് ബ്ലിങ്കിങ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ RX TX യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളാണെങ്കിൽ ആ സർക്യൂട്ടും അതുപോലെ അതിൻ്റെ കോഡൊക്കെ ഓക്കെ ആണെന്നാണ് നമുക്ക് ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്താൽ മനസ്സിലാവുക. അതുപോലെ തന്നെ ഒരു L നേരിയൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. LED ബ്ലിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ലൈറ്റിൻ്റെ വിസിബിലിറ്റി നമുക്ക് കാണുക. എക്സ്റ്റേണലി ഒരു LED കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഏതൊരു കോഡാണോ നമ്മളിതിൽ അപ്ലോഡ് ചെയ്തത് അതിനനുസരിച്ച് ഈ ഒരു L എന്നുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു കണക്ഷനും പ്രോഗ്രാമിങ്ങും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഇത്രയാണ് ആർഡിനോയെക്കുറിച്ചുള്ളൊരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇത് യൂനോ ആർഡിനോ ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ തന്നെ നാനോ ആർഡിനോ ഉണ്ട്, മെഗാ ആർഡിനോ ഉണ്ട്. നാനോ ആണെങ്കിൽ സൈസ് ചെറുതായിരിക്കും, മെഗാ ആണെങ്കിൽ കൂടുതൽ ഫീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. റോബോട്ടിക്സിലെ പുതിയ ഡിവൈസുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.